ആലുവയിലും അമ്പലപ്പുഴയിലും LDF മികച്ച വിജയം നേടുമെന്ന് ആലുവയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫ് ന്യൂസ് മലയാളത്തോട്. ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി ആരെയും വിമർശിക്കുന്ന സമീപനമാണ് ജി സുധാകരൻ സ്വീകരിക്കുന്നതെന്നും ആരിഫ് പറഞ്ഞു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആലുവയിൽ അവസാനവട്ട പ്രചരണത്തിലാണ് AM ആരിഫ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. എങ്ങനെയുണ്ട് ആലുവ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ? ആലുവ LDF നേടും, ഒരു സംശയം വേണ്ട. ഇത്തവണ LDF-നുള്ളതാണ്. UDF അവരുടെ ഒരു കുത്തക മണ്ഡലമായിട്ടാണ് ആലുവയെ നോക്കിക്കാണുന്നത്. ബഹുമാനപ്പെട്ട ഗൗരിയമ്മ 50 വർഷം പ്രദാനം ചെയ്ത മണ്ഡലത്തിലാണ് ഞാൻ 2006 മത്സരിച്ചത്. അതിനേക്കാൾ കുത്തകയൊന്നുമില്ലല്ലോ. ആ കുത്തകയെല്ലാം നമ്മൾ പൊളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുത്തകയും പൊളിക്കപ്പെടും. എന്താണ് ഇവിടുത്തെ അങ്ങയുടെ ഒരു നേട്ടമായിട്ട് വിലയിരുത്താൻ കഴിയുന്നത്? നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അരൂരും ആലുവയും തമ്മിൽ നല്ലൊരു കണക്ഷനുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ അരൂർ, ആലപ്പുഴ, ചേർത്തലയൊക്കെ ഉള്ള ഏത് വീട്ടിൽ ചെല്ലുമ്പോഴും ഒരാളെ കാണുമ്പോൾ, ഒരു വ്യക്തിയെ കാണുമ്പോൾ അവർ ഇങ്ങോട്ട് പറയും, ഞങ്ങൾ ഇന്ന ആൾ വിളിച്ചിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത ആളാണ്. നിങ്ങൾ വിട്ടുകളയരുത്, ആലുവക്കാരത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കണം ഗുണം എന്ന് പറയപ്പെടുന്ന ഒരവസ്ഥ കണ്ടു. അപ്പോൾ ഇവിടെ തന്നെ വർഷങ്ങളായി UDF-നും കോൺഗ്രസിനും ഒക്കെ വോട്ട് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഒരു വികസനവും വരാത്തതിലുള്ള അസംതൃപ്തി, അവരുടെ ഒരു അമർഷം ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് അനുകൂലമായിട്ട് വരുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഒപ്പം തന്നെ ഈ ചില ഡീൽ ആരോപണങ്ങളൊക്കെ നിരന്തരമായി കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ആലുവയിൽ ആ രീതിയിൽ കോൺഗ്രസോ അല്ലെങ്കിൽ BJP ഒക്കെ തമ്മിൽ ഏതെങ്കിലും അങ്ങയുടെ ശ്രദ്ധയിൽ അങ്ങനെ വല്ലതും? ഇപ്പം തന്നെ പുറത്തു വരുന്ന പല വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ RSSൻ്റെ ഓഫീസിൽ വന്ന് ഞങ്ങളുമായി സംസാരിച്ച് ധാരണ വരുത്തി വോട്ട് തരണമെന്ന് പറഞ്ഞതിൻ്റെ വെളിപ്പെടുത്തലാണ് പറവൂർ മണ്ഡലത്തിലെ BJP-യുടെ നേതാവ് പരസ്യമായി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനെതിരായ ഒരു മാനനഷ്ട കേസെങ്കിലും കൊടുക്കണ്ടേ? അമ്പലപ്പുഴ എങ്ങനെയായിരിക്കും? അമ്പലപ്പുഴ LDF നല്ല പോലെ ഇരിക്കും, ഒരു സംശയം വേണ്ട. സുധാകരനെ ജനം തള്ളും, ഒരു സംശയം കാര്യത്തിൽ എനിക്കില്ല. ഇപ്പോഴും സുധാകരൻ ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കണമെന്ന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതെന്ന് വെച്ചാൽ പണ്ട് മുതലേ ഈ അദ്ദേഹത്തിനുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലൈം ലൈറ്റിൽ എപ്പോഴും ഉണ്ടാകണമെങ്കിൽ ആരെങ്കിലുമൊക്കെ കുറച്ച് പ്രശസ്തരെ കുറെ വഴക്ക് പറയണം, ചീത്ത പറയണം, അവരെ വിമർശിക്കണം. അപ്പം ഇന്ന ആളെ വിമർശിച്ചിരിക്കുന്നു സുധാകരൻ എന്ന് പറഞ്ഞ് പിന്നെ അതിനൊരു മറുപടിച്ചതിന് പിന്നെ വേറൊരു മറുപടി. അപ്പോൾ എപ്പോഴെന്ന് വെച്ചാൽ അന്നേരം കുറേ കാലം പുള്ളി ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കും. അത് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു തന്ത്രം മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ അറ്റാക്കിനൊന്നും ആരും മറുപടി പറയാൻ പോകാറില്ല. എന്തായാലും ആലുവയിൽ മികച്ച വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. LDF നല്ല ഉന്നതമായ വിജയം നേടും. തന്നെയാണ് അദ്ദേഹം ആലുവയിൽ വലിയ പ്രതീക്ഷ അദ്ദേഹം വെച്ച് പുലർത്തുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജില്ലയായിട്ടുള്ള ആലപ്പുഴയിലും നല്ല പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത്.